Yes, Miss Maya, Srilakshmi, good afternoon. Srikuti, Paru, good afternoon. Jayalakshmi, Vinci, Vishya, good afternoon. Kavya, good afternoon. Aparna Unikrishnan, good afternoon. Anju, good afternoon. Leedumar, good afternoon. Jonas, good afternoon. Yes, let us start. Arabia. Okay, Anju, very good, very good, very good. നമുക്കൊരു വിഷയം പറഞ്ഞിട്ട് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകണോ? യെസ്, സജന, സജന ഉല്ലാസ്. യെസ്, ബിന്ദു സത്യൻ. യെസ്, കാവ്യ. അപർണ. എല്ലാവരും ഇല്ലാതിരിക്കുകയാണല്ലേ? യെസ്, വിജയലക്ഷ്മി. Then സോറി ഞാൻ മൈക്ക് ഓഫ് ആണെന്നുള്ള കേസ് ഞാൻ വിട്ടുപോയി. ഓക്കെ. ആ, സജനനെ തന്നെയാണ് ഞാൻ വിളിച്ചത്. സജന. Yes, sir. How are you, Sajana? I'm good, sir. Very good, very good. ഞാൻ ഇമാജിനറി സിറ്റുവേഷൻ പറയാം. സജന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു വിചാരിക്കും. ചോദ്യം ഇതാണ്, ഇഫ് ഐ വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ സജന എന്ത് ചെയ്യും? സജന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു. If I were the chief minister of Kerala, I need some time, sir. I speak later. you will give importance to. Sir, hello. Yes, continue. I need some time to think. I speak later.
Okay. Very good. അപ്പൊ സജനക്ക് അല്പസമയം ചിന്തിക്കാൻ കൊടുക്കുക. Yes. ഇനി കാവ്യ. Yes, sir. Good afternoon. Yes, good afternoon. Suppose that you are the Chief Minister of Kerala. What you will do? What are the primary things that you want to do? Sir, I would like to give everyone equal opportunities in education. Yes, I will give equal opportunity in education. Government jobs. Yes. No That is, reservation. no reservations. Yes, it is Yes, sir. purely on merit. Okay. Yes, sir. Yes, sir. Yes, very good. Then, ചില കാര്യങ്ങൾ കാണുമ്പോൾ കാവ്യക്ക് ഇത് മാറ്റണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? വെറുതെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ സംഗതികളൊക്കെ നമുക്ക് എടുക്കാം. If I were the Chief Minister of Kerala. Yes, I will give you one more chance. Okay, sir. Very good. Yes, ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയട്ടോ. If I am appointed as the Chief Minister of Kerala, Anshu Aravind. Yes, sir. Yes, for you. What will we do if you are appointed as the Chief Minister of Kerala? What are the primary things that you want to do? So, to which sector that you will give importance? What will be your primary goal if you are selected as the Chief Minister of Kerala? GST will be discontinued. Anju വന്ന് GST-ലാണ് പഠിക്കുന്നത്. Anju BCom with taxation ആണോ? No. Eh? No, sir. No. Yes, ഞാനിപ്പോ GST എന്ന് പറഞ്ഞിട്ട് പേര് പിടിച്ചതെന്താ കേട്ടോ? ചോദിച്ചാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടാക്സേഷൻ ഒക്കെ പഠിച്ചാൽ GST വേരിയേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, GST എന്ത് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റോപ്പ് ചെയ്യാനായിട്ടല്ലേ? എന്ത് സാധനം വാങ്ങുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. യെസ്, ടാക്സ് ആണ് സർക്കാരിന്റെ വരുമാനം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ ഇപ്പൊ അഞ്ജുവിന്റെ വീട്ടിലാണെങ്കിൽ അഞ്ജുവിന്റെ അച്ഛൻ ആദ്യം തന്നെ വരുമാനം നോക്കും. എത്ര രൂപ ഒരു മാസം വരുമാനം. അപ്പൊ പുള്ളിക്ക് ഒരു കാൽക്കുലേഷൻ ഇത്ര രൂപ വരും. എന്നിട്ടാണ് ചെലവ് ഫിക്സ് ചെയ്യുന്നത്. ഇത്ര രൂപ ഇന്നതിന് ചെലവ് ഫിക്സ് ചെയ്തത്. ഫസ്റ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇൻകം, ദെൻ എക്സ്പെൻഡിച്ചർ. നേരെ ഓപ്പോസിറ്റ് ആണ് ഗവൺമെന്റ്. ആദ്യം ഗവൺമെന്റ് നോക്കുന്നത് ചെലവാണ്. നടപ്പ് സാമ്പത്തിക വർഷം എത്ര രൂപ ചെലവാകും, ആ ചെലവ് നോക്കി കണക്കാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കും, പിന്നെയാണ് വരവിനെ കുറിച്ച് നീങ്ങുന്നത്. എവിടെയൊക്കെ എന്തൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പൈസ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത്, ഗവൺമെന്റ് നോക്കുന്നത് ചെലവാണ്, പിന്നീടാണ് വരവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് GST കടവുകളൊക്കെ ചിലവ് കൂട്ടുന്നത്. അതുപോലെ തന്നെ മദ്യത്തിന്, സിഗരറ്റിന് ഇതിനൊക്കെ ടാക്സ് കൂട്ടേണ്ട കാരണം അതാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനത്തിന് ടാക്സ് കൂട്ടാൻ പറ്റും. ഇപ്പൊ സ്വർണം അത് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ പിന്നെ വാങ്ങിക്കില്ല. പക്ഷെ ഉപ്പ് അത് ഡെയിലി മേടിക്കേണ്ടി വരും. ഉപ്പില്ലാതെ ടാക്സ് കയറ്റി കഴിഞ്ഞാല് ഉപ്പില്ലാണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോ വാങ്ങിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞ സത്യാഗ്രഹമൊക്കെ നടത്തിയത്. യെസ്,
അപ്പൊ എന്നും ഉപയോഗിക്കുന്ന സാധനത്തിന് മുകളിലാണ് ടാക്സ് കയറ്റിയത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. I told this only because you told about GST. Okay, you think well, Aishwari, Vishal. Yes. നിങ്ങൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇരിക്കും. യെസ്, ഷെറിൻ. Yes, sir. What you will do if you are appointed as a chief minister of Kerala? എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യം? ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു equal opportunity to employment. Sir, I will increase job opportunities Yes. and salary. Coming no salary. Yes. ഒന്നുകൂടി പറഞ്ഞത് കേട്ടില്ല. ഷെറിൻ ഒന്നുകൂടി പറഞ്ഞോളൂ, കേട്ടില്ല. Sir, I will increase job opportunities. Yes. And also salary scale also should be increased. Yes. Yes, also. That's all. Yes, you are giving the power, maximum power. You are the one. Yes. ജോലി ചെയ്യുക എന്നുള്ളതിനെ പോലെ തന്നെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ജോലി ചെയ്യാൻ പറ്റും, ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അർച്ചന അച്ചു. ഫാറൂഖ് സഹദ്. Yes. Appa Sajana, are you ready? Yes, sir. Yes. Then continue. If I were the CM in the Kerala, Yes. I stop corruption-free state. Yes. Okay. I will stop corruption. Okay. Then I prefer women to more importance. Oh, yes. You Then will give priority to women. Okay. yes. Women and child. Yes. Oh, very good. Woman and child. Then I stop not allowed Kerala, not beggars. Yes. We should become self-sufficient. Okay. Yes. Okay. Yes. We are not beggars. Okay. Then ഈ സർ നമ്മുടെ പിച്ചക്കാരൊക്കെ ഇല്ലേ, ഭിക്ഷക്കാര്, ഭിക്ഷക്കാരൊക്കെ ഒന്നും വേറെ സംസ്ഥാനത്തുള്ള ആൾക്കാരൊന്നും നമ്മുടെ ഇവിടെ കേരളത്തിലോട്ട് വരുത്തിക്കൂലെന്നും, പിന്നെ ബംഗാളികള് അങ്ങനത്തെ ഉള്ള ഒരാളെ കേരളത്തിലോട്ട് വരണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ലോ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെന്താ പറയാ ഇംഗ്ലീഷില്? ഓക്കെ. അല്ല, ഇത്രയും ഭിക്ഷക്കാരെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ ബംഗാളികളെ വർക്കേഴ്സിനെ കൊണ്ടുവരണ്ട എന്ന് പറയാനുള്ള കാരണം ബംഗാളികള് മൊത്തത്തില് നമ്മളെ ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ വാർത്തയൊക്കെ വരുമ്പോ അവരാണ് കൂടുതൽ ക്രൈമില് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കണം. പിന്നെ നമ്മുടെ പൈസ ഈ അപ്പുറത്തെ നാട്ടുകാർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ കേരളത്തിലുള്ള പിച്ചക്കാരിക്കാൻ കൊടുത്താൽ പോരെ. ഓക്കെ. ഇത് വലിയൊരു മാഫിയാണ് സജന. അവിടെ കേരളത്തിൽ ഇറക്കിയിട്ടാണ് അവരിങ്ങോട്ട് പോയിരുന്നത്. ബാക്കി ടാർജറ്റ് ഇത്ര. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു സംഗതിയില്ലേ, ഈ സെൽഫ് സഫിഷ്യന്റ് അതന്നെ. അത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സിന്റെ കാര്യത്തിലൊന്നും മറ്റുള്ള സ്റ്റേറ്റിനെ
നമ്മള് പറയില്ലേ വാങ്ങിക്കണത്, അതൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റണം. ഐ വിൽ ഡെവലപ്പ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, കൃഷി വകുപ്പിനെ ഞാനൊന്ന് നവീകരിക്കും. ആ എന്നിട്ട് അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് വരും, കൃഷി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ 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 വെരി ഗുഡ്. ദെൻ മാരേജ് ഏജ്, ആ അത് കൂട്ട് 24 അല്ല 24 അല്ല 26. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ 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 മാരേജിന്റെ ഏജ് കൂട്ടും. ഏജ് കൂട്ടും. ഓ യെസ്, ഞാൻ മാരേജ് കൂട്ടും എന്ന് പറഞ്ഞാലേ വേറെ വഴിക്ക് പോയി. അങ്ങനത്തെ അതല്ല, അങ്ങനല്ല ഉദ്ദേശിച്ചത്. മാരേജിന്റെ ഏജ് കൂട്ടായി. പരീത ചോദിക്കണേ എന്തിനാ കൂട്ടുന്നതെന്ന്. പരീത അവിടെ കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാ കൂട്ടുന്നതാണ് പരീത ചോദിക്കുന്നത്. ഇൻ ദാറ്റ് ഏജ് 26 എന്താ പറയാ, നമുക്ക് മൊത്തത്തിലൊരു ഇപ്പൊ ഉള്ളത് 18:21 ആണ്. അതെങ്ങനെ വർദ്ധിപ്പിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ബോയ്സിന് എത്ര, ഗേൾസിന് എത്ര? ഗേൾസിലും ബോയ്സിലും സെയിം ഏജ് 26. അപ്പോഴേക്കും അവർക്ക് സ്വന്തം കാലം നിൽക്കാനായിട്ടുണ്ടാവുമല്ലോ. യെസ്, ഓക്കെ 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 26 അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്ക് 26 വേണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടണോ അതൊക്കെ പറയാം. യെസ്. അല്ല, ഇനിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ആൺപിള്ളേർക്ക് പെൺപിള്ളേർക്ക് കിട്ടാണ്ടാവും. യെസ്, അല്ലെങ്കിൽ ഇപ്പോഴും പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡ്. തമാശ വിവാഹത്തിൽ മാർക്കറ്റിലോട്ട് ഇറങ്ങി കഴിയുമ്പോണ്ടല്ല ഏറ്റവും വലിയൊരു കുഴപ്പം കണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികള് ഹൈലി ഒരു മിനിമം ലെവൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അവര് നോക്കുന്നത് അവരുടേതൊപ്പം നിൽക്കാവുന്ന എഡ്യൂക്കേഷൻ ഒരാളെ നോക്കുമ്പോഴാണ് കിട്ടാൻ പറ്റേണ്ടത്. ആ ഒരു ലെവലിലോട്ട് ആൺകുട്ടികൾ വരുന്നില്ല. മിനിമം. ഹലോ സർ, ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ളൂ. യെസ്. അപ്പൊ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയത് സജ്ജനക്ക് പല പല ഐഡിയാസ് മനസ്സിലുണ്ട്. ചിലത് കാണുമ്പോൾ ഇത് ഇങ്ങനെ വേണ്ട, അങ്ങനെ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് അത് വളരെ രസകരമായ ഒരു പോയിന്റാണ് സജ്ജന പറഞ്ഞത്. അതായത് സജ്ജന പറഞ്ഞില്ലേ ബംഗാളികൾ വേണ്ട, നമ്മുടെ അവർക്ക് പൈസ കൊടുക്കും. അതിൻ്റെ അകത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രം എടുക്കുന്നു. ഇവിടെ നമ്മുടെ പൈസ ചെലവാക്കേണ്ട പൈസയാണ് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ പണത്തിന്റെ സർക്കുലേഷൻ ഉണ്ടല്ലോ, അത് വളരെയധികം കുറയുന്നു. അത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളരെ ശരിക്കും ബാധിക്കുന്നുണ്ട്. വാങ്ങുമ്പോഴും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു ലോഡ്ജ് നടത്തുന്ന ഒരാൾ, അയാള് ലോഡ്ജിൽ ഓണറും ലോഡ്ജിന്റെ മാനേജറും ഒരാൾ തന്നെയാണ്. അയാള് ലോഡ്ജിൽ വന്നിങ്ങനെ ഇരിക്കണം. അയാളുടെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പൊ ആ ലോഡ്ജിന്റെ മുന്നില് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ വന്നിട്ട് ഈ ലോഡ്ജിന്റെ ഉടമയോട് പറയണം, സാറേ എനിക്ക് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയിട്ടില്ല, അപ്പൊ എനിക്ക് ശമ്പളം വേണം. അപ്പൊ ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അയാൾ എന്ത് പറയുന്നു, ഒരു കാര്യം ചെയ്ത് തരാ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവര് വീണ്ടും പോയിട്ട് ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാള് ആ ലോഡ്ജിൽ മുറി എടുക്കാൻ വേണ്ടി വരുന്നു. ആ മുറി എടുക്കാനായിട്ട് വരുന്ന ആള് മുറി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് മുറി ഒന്ന് ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. അപ്പൊ ലോഡ്ജിന്റെ ഉടമ പറയുന്നു, അത് കുഴപ്പമില്ല, മുകളിൽ പോയി മുറിയൊക്കെ ചെക്ക് ചെയ്തോ, പക്ഷേ മുറി ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാം. മുകളിൽ പോയി നിങ്ങൾക്ക് മുറി ഇഷ്ടപ്പെട്ടാൽ ആ 1000 രൂപ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ഞങ്ങൾ എടുക്കും. നേരെ മറിച്ച് ഇഷ്ടപ്പെട്ടില്ല ഈ പൈസ പഠിക്കും തരും. അപ്പൊ അങ്ങനെ 1000 രൂപ ആ ലോഡ്ജിന്റെ മാനേജറുടെ കയ്യിൽ കൊടുത്തിട്ട് അയാള് മുറി നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടി മുകളിലേക്ക് പോകും. ആ സമയത്ത് ഈ ലോഡ്ജിന്റെ ഉടമ ആ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നത്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് ഞാൻ കഴിഞ്ഞ മാസം സാലറി 1000 രൂപ തരാനില്ലേ, ഞാൻ പിടിച്ചു. 1000 രൂപ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ അതിന് ഭയങ്കര ഹാപ്പിയായി. അത് ഉടനെ തന്നെ പറയുന്നു, ഒരു 5 മിനിറ്റ് ഞാനേ കടയിൽ നിന്നും സാധനം വാങ്ങിക്കുന്നത്
അവിടെ പൈസ കൊടുത്തിട്ടില്ല, ഇതൊന്നും കൊടുത്തിട്ട് ഇപ്പൊ വരാം എന്ന് പറയും. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ആ പൈസയുമായിട്ട് തൊട്ടടുത്ത കടയിൽ പോകുന്നു. അവിടെ ആ കൊടുക്കാനുള്ള പൈസ ഉണ്ട്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചത്, 1000 രൂപ കൊടുക്കുന്നു, കടം വരും. യെസ്. അപ്പോ ആ 1000 രൂപ കടക്കാരന്റെ കയ്യിലെത്തി. അപ്പൊ കടക്കാരൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ആ കടയുടമസ്ഥന്റെ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്ന ആളതിനെ പോയി. അയാൾക്ക് കഴിഞ്ഞ മാസത്തെ പൈസ കൊടുത്തു തരില്ല. അപ്പൊ ആ പാൽക്കാരനെ വിളിച്ചിട്ട് കടയുടമ തലേ മാസം കൊണ്ടുവന്ന പാലിന്റെ പൈസ 1000 രൂപ അങ്ങോട്ട് കൊടുത്തു. യെസ്. ഇപ്പൊ 1000 രൂപ ആ പാൽക്കാരന്റെ കയ്യിലിരിക്കുകയാണ്. യെസ്. അയാള് ആ പൈസ കൊണ്ട് പോകുമ്പോ അയാള് നേരത്തെ ഈ ലോഡ്ജിന്റെ ഉടമസ്ഥന്റെ പക്കൽ നിന്ന് 1000 രൂപ വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 1000 രൂപ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വരികയും ആ ലോഡ്ജ് ഉടമക്ക് 1000 രൂപ മടക്കി കൊടുക്കുകയും ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ മുകളില് റൂം നോക്കാൻ പോയ ആള് ഇറങ്ങി വരികയാണ്. അയാൾ വന്നിട്ട് പറയുന്നു, എനിക്ക് റൂം ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തന്ന പൈസ മടക്കി തരാൻ പറയുന്നു. 1000 രൂപ ലോഡ്ജ് ഉടമ മടക്കി കൊടുക്കുന്നു ആ പൈസ. ഇതാണ് ഇതിന്റെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 1000 രൂപ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ആരുടെ കൂടെയൊക്കെ പോയി? അത് ആ ക്ലീൻ ചെയ്യുന്ന പെണ്ണിന്റെ കയ്യിലേക്ക് വന്നു, പിന്നെ അതിന്റെ ഷോപ്പുകാരുടെ അടുത്ത് വന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പാൽക്കാരന്റെ അടുത്ത് വന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ. അപ്പോൾ 4000 റുപ്പീസിന്റെ ബിസിനസ് അവിടെ നടക്കും. ഇതിനെയാണ് ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസ ഉണ്ടെങ്കിലേ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും പൈസ ഇവിടെ നിന്ന് ബംഗാളിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ആ സർക്കുലേഷൻ, ആ മണി സർക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ. അത് തന്നെയാണ് നമ്മൾ ഈ കേരളത്തിന്റെ, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റേ വലിയ കുത്തക സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സാധനമാക്കി ഈ പൈസ അതുകൂടാണ് പറയുന്നത്. അപ്പോ മണിയുടെ സർക്കുലേഷൻ കുറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഈ ഇക്കണോമിക്സ് ഇല്ലേ, അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ അങ്ങനെ ചോദിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ഇക്കണോമിക്സ് എടുക്കും. യെസ്. പൈസ, അതായത് ആരുടെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അടുത്ത ആളുടെ കയ്യിലും പൈസ ഉണ്ടാവും. കാരണം കൃഷിക്കാരന്റെ കയ്യിൽ പൈസ വന്നാൽ അവൻ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? വളം മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോ വളം ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്ക് പൈസ വന്നു. അവൻ ആ പൈസ കൊണ്ട് അടുത്ത സാധനം വാങ്ങിക്കുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്. യെസ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഇക്കണോമിക്സിന്റെ പിടികെടുപ്പുണ്ട്. സജിൻ അത്രയും ആലോചിച്ചിട്ട് പറഞ്ഞോ എനിക്കറിയാൻ പാടില്ല. എന്നാലും സജിൻ ഉദ്ദേശിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബംഗാളികൾ ഒഴിവാക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു സംഗതി കൂടി എന്റെ പിടിയിലുണ്ട്. അപ്പൊ കാവ്യക്ക് എന്തെങ്കിലും പുതിയ പോയിന്റുകൾ കിട്ടിയോ? യെസ്. ഓക്കെ അഞ്ജു. യെസ്. അത് ഗവൺമെന്റിന്റെ കയ്യിലൊരു മെഷീനറിയാണ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, മൂന്നും ചേരുമ്പോഴാണ് സംഗതി ആവുന്നത്. അത് ഇത് കൂടാതെ ഞാൻ ജിക്ക് ചോദിക്കുന്നു, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി കൂടാതെ 4ാമത് ഐറ്റം കൂടി, അതിനെ പറയുന്ന പേരാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്താ ഉദ്ദേശിക്കുന്നത്? That is what is called fourth estate. Yes. അതാണ് മീഡിയ, പ്രസ്സാണ് ഫോർത്ത് എസ്റ്റേറ്റ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആളുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ പോയി ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ചാനലിലൂടെ അവർക്ക് ഇഷ്ടമുള്ള പറയുന്നു, അങ്ങനെ മാറി. പക്ഷെ അതിന്റെ പർപ്പസ് അതാണ്. ഗവൺമെന്റിന് പറ്റുന്ന തെറ്റുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട ആള് പ്രസ്സാണ്, മാധ്യമങ്ങളാണ്. യെസ്. അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. യെസ്. ഓക്കെ. അപ്പൊ കാവ്യ, യു ഗെറ്റ് ദ പോയിന്റ്? യെസ്. അപ്പൊ കാവ്യ റെഡി ആവാത്തതുകൊണ്ട് നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ വെറുതെ വിഷയം പറഞ്ഞതാണ്. ഓക്കെ. നിങ്ങൾ ഇതേപോലെ മുമ്പൊക്കെ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിഷയമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീണ്
പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്. യെസ്, ഓക്കെ ഫരീദ, ഓക്കെ ഓക്കെ പറഞ്ഞ. യെസ്, നമ്മുടെ ബിൻസി, ശ്രീകുട്ടി, പാർവതി, ഹിബ, അബി, ഫസീന, ശാന്തിരാജ്, സുധീഷ, ജിനിമോൾ, ഐശ്വര്യ മനോജ്, ഹിത, പ്രിൻസ്, നീതുമോൾ, പരീര, ഷെറിൻ, റിറ്റി, ഐശ്വര്യ, അഞ്ജു അരവിന്ദ്, അജിത്ത്, മുഹസീന, ലിയ, ആന്റണി, ലിബി, ജൂഡ്, അർച്ചന, അച്ചു, ഫാറു, മേഘന, സുധി ലക്ഷ്മി. കേട്ടാ, ഞാനിതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ ഇതിനേക്കാളൊക്കെ വേറെ ലെവലായിരുന്നു. ഇടക്ക് വെച്ച് എവിടെയോ വെച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ താളത്തിലായി. അല്ലേ? ശരിയല്ലേ? ആ ഒരു എന്താ പറയാ, തുടക്കമുള്ള ഇൻട്രസ്റ്റ് കുറച്ചങ്ങനെ മാറി. പക്ഷെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പറയാനായിട്ട് നമുക്ക് താല്പര്യവും ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശോഭിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യും. 1998 മുതൽ ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ്, നാളെയും ഞാൻ അവിടെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമുക്ക് അതിൽ നിന്ന് അടുത്തതിലോട്ട് വരാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിന്ന് പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ഐഎൻജി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഐഎൻജി. സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ്, പിന്നെ ബീൻ, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഐഎൻജി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നേരത്തെ അവിടെയായിരുന്നു, ഇപ്പൊ അവിടെയില്ല. അപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. ഷീ ഹാഡ് ബീൻ വർക്കിംഗ്. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാക്കണം, ഹാഡ് ആണ് അവിടെ വന്നേക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ നേരത്തെ അവൾ ബാങ്കിലായിരുന്നു ജോലി, ഇപ്പൊ ബാങ്കിലല്ലെന്നാണ്. ഐ ഹാഡ് ബീൻ ലിവിങ് അറ്റ് നോർത്ത് പറവൂർ. ഞാൻ മുമ്പ് നോർത്ത് പറവൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ വേറെ സ്ഥലത്ത്. യെസ്, അപ്പൊ സബ്ജക്റ്റ് കഴിയുക, ഹാഡ് ഉപയോഗിക്കുക, ബീൻ ഉപയോഗിക്കുക, പിന്നെ വെർബ് ഐഎൻജി. ദാറ്റ് ഈസ് കോൾഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, ഇനി നിങ്ങൾ 2-3 എക്സാമ്പിൾസ് പറഞ്ഞ്. സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, ബീൻ വേണം, വെർബ് വേണം, ഐഎൻജി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Past perfect continuous. Subject had, been, verb, ing. I had been staying at a hostel while working. Okay, see Lakshmi, she had been telling interesting stories. Okay. I had been working in a private school. Okay, Lakshmi, correct. Sadhana, I have our present perfect. I have been staying in Ernakulam. Had or past perfect. I had been staying. Okay, subject had, been, verb plus ing. യെസ്, ഇനി നമുക്ക് അപ്പൊ പിടികിട്ടിയാലോ. ഇനി അതിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് നമുക്ക് പോകാം. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് കൂടി ചേർക്കുക. ആ നോട്ട് ചേർക്കുമ്പോൾ ഹാഡ് കഴിഞ്ഞിട്ട് ഹാഡിന്റെയും ബീനിന്റെയും നടുക്കത് ഹാഡ് നോട്ട് ബീൻ. ദേ ഹാഡ് നോട്ട് ബീൻ സ്റ്റേയിങ്.
You had not been teaching. She had not been studying. I had not been watching. They had not been singing. I had been working in a medical shop. Okay, അർച്ചന അത് കറക്റ്റ് ആണത്. അപ്പൊ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. ഇപ്പൊ അവിടെ ഇല്ല. യെസ്. ഇനി ഹാഡ് ചെയ്ത് നോട്ട് വരുന്ന നെഗറ്റീവ് വാചകങ്ങൾ പറഞ്ഞോളൂ. I had not. They had not. She had not been studying maths. Okay, correct answer, Sajana. She had not been living in Kerala, Srilashmi. They had not been paying attention to the instructions, correct? Yes. Okay. Yes. It had not been reading. I had not been reading the newspaper, Anshu. She had not been watching horror movies, correct? I had not been working in a medical shop. Okay, Shobha. They had not been seeing she has seen or seen seeing. Okay. Ashika, okay. Yes. About they had not been listening in class. Okay, Sajana. Yes. അപ്പോൾ നമ്മളിപ്പോ നിലവിലെ 11 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരെണ്ണം കൂടി അവശേഷിച്ച് കഴിഞ്ഞാൽ ആ ടെൻസിനുള്ള സംഗതി അവിടെ അവസാനിക്കുകയാണ്. 11 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അവശേഷിക്കുന്ന ഒരെണ്ണം കൂടിയാണ്. ഈ 12 ടെൻസിന്റെ ഫോമേ ഇംഗ്ലീഷിലുള്ളൂ. ആര് ഇംഗ്ലീഷിൽ ഏത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസ് ഫോമിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് ഇടാൻ പറ്റും. ഇതല്ലാതെ വേറെ ഇല്ല. 12 ടെൻസിന്റെ ഫോം. സിമ്പിൾ പ്രസന്റ് മുതൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ 12 ടെൻസിന്റെ ഫോമാണ് ഇംഗ്ലീഷിൽ ആകുന്നത്. അപ്പൊ ഒരു വാചകം നമ്മൾ കാണുമ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയാനായിട്ട് പറ്റണം. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥത്തിലുണ്ടാകുന്ന വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യെസ്. Okay. So I will ask you some questions. Yes. So ഞാൻ കുറച്ച് ഐറ്റംസിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതിന്റെ കാറ്റഗറി പറഞ്ഞു. കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത് മൊത്തത്തിലുള്ള ഒരു പേരുണ്ടാവില്ലേ, അതിന്റെ ആ ഒരു പേരാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഏത് ലെറ്ററിൽ ആരംഭിക്കുന്നു പറയാൻ പറ്റില്ല. യെസ്, അത് ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്: ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ, WHAIL, വെയിൽ. ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ, ഇതിനൊക്കെ പറയുന്ന മൊത്തത്തിൽ പറയുന്ന പേരുണ്ട്. What is a common name given to shark, dolphin, whale?
കോമൺ ആയിട്ട് പറയുന്ന പേര്. ആ ഫിഷ് എന്നല്ല ഓക്കെ അഞ്ചു. സീ ഫിഷ് അല്ലെങ്കിൽ സീ അനിമൽസ് എന്നാണ്. അപ്പൊ അഞ്ചുവിനെ ഞാനൊരു പോയിന്റ് രേഖപ്പെടുത്തിയേക്കാം. യെസ്, സീ ഫിഷ് ഓർ സീ അനിമൽസ്. സീ ഫിഷ് ആണ്. അടുത്തത് ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, റോളർ ബ്ലേഡ്സ് എക്സെട്ര. അതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടാണ് എല്ലാം വരുന്നത്. ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, റോളർ, ലാഡ്സ്. വെഹിക്കിൾസ്, സ്കേറ്റ് ബോർഡ് വരില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അഞ്ചു ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു കോമൺ ആയിട്ടുള്ള പർപ്പസ് പറഞ്ഞാൽ മതി. ആ ശ്രീലക്ഷ്മി, അഞ്ചു, ആഷിക. ശ്രീലക്ഷ്മി, അഞ്ജു ആൻഡ് ആഷിക. കറക്റ്റ് ആണ്. All these are sports items. Sports items. അടുത്തത് ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, ക്യാമറ. ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, ക്യാമറ. അഞ്ചു, ശ്രീലക്ഷ്മി, പത്മശ്രീ. അഞ്ചു, ശ്രീലക്ഷ്മി, പത്മശ്രീ. ഓക്കെ, കറക്റ്റ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഡിവൈസസ് അതാണ് ഈ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ക്യാമറയൊക്കെ വരുന്ന കാറ്റഗറി. അടുത്തത് king, queen, prince, princess. King, queen, prince, princess. കറക്റ്റ് വന്നിട്ടില്ല. ശ്രീലക്ഷ്മി, ലക്ഷ്മി വിജയകുമാർ, ലക്ഷ്മി അഞ്ചു, ഹർഷ. ശ്രീലക്ഷ്മി അല്ലല്ല, ലക്ഷ്മി അഞ്ചു അല്ലേ? ലക്ഷ്മി അഞ്ചു, ഹർഷ. പിന്നെ അവരുടെ പേര് കൂടി ഞാൻ പറഞ്ഞില്ല. യെസ്, നിങ്ങൾ റോയൽ എന്നാണ് പറഞ്ഞത്. റോയൽ ഫാമിലി. ഇത്രയും പേര് വരുന്നതിൻ്റെ റോയൽ ഫാമിലിയാണ്. യെസ്, അപ്പോ റോയൽ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ ഓക്കെ ഹർഷ, റോയൽ ഫാമിലി മെമ്പേഴ്സ് ആണ്. അടുത്തത് വോൾക്കനോ, എർത്ത് കുക്ക്, ടർണാഡോ. യെസ്, all this belongs to ശ്രീലക്ഷ്മി, ആഷിക, ഷെറിൻ. ശ്രീലക്ഷ്മി, ആഷിക ആൻഡ് ഷെറിൻ. കറക്റ്റ് ആൻസർ ആണ്. ഓൾ ആർ നാച്ചുറൽ ഡിസാസ്റ്റർ. ഓക്കെ ഹർഷ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ. അടുത്ത വളരെ സിമ്പിൾ ആണ്. ടേബിൾ, ചെയർ, കോച്ച്. ശ്രീലക്ഷ്മി, ഷെറിൻ, ബിന്ദു സത്യൻ. ശ്രീലക്ഷ്മി, ഷെറിൻ ആൻഡ് ബിന്ദു സത്യൻ. All these are furniture. Yes. അടുത്തത് ലയൺ,
ടൈഗർ, എലിഫന്റ്. പത്മശ്രീ, ആഷിക, അതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. പത്മശ്രീ, ആഷിക, അതിന്റെ രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്ന ആരായിരുന്നു ഉണ്ടായിരുന്നത്? സാർ ഞാനുണ്ട്, നഹജിദ്. ഷെറിൻ അല്ലേ? ഓക്കെ ഓക്കെ, ലാസ്റ്റ് പേര് പറഞ്ഞാൽ മതി. യെസ്, ഷെറിൻ. ഷെറിൻ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് വൈൽഡ് അനിമൽസ്. അടുത്തത് ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനിയൻ. ശ്രീലക്ഷ്മി, അഞ്ജു അരവിന്ദ്, പിന്നെ ആരായിരുന്നു? ശ്രീലക്ഷ്മി, അഞ്ജു അരവിന്ദ്, അശ്വതി അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ദാറ്റ് ആർ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ്. അടുത്തത് പത്മശ്രീ ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ, യെസ്. ഓക്കെ ഹർഷ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് പാരറ്റ്, കാനറി, CANARY, കാനറി. ക്രോ, CROW, ക്രോ. ഓ, ഷെറിനെ കിട്ടിയിട്ടുണ്ട്. ഷെറിന് മുമ്പ് വന്ന് ആരൊക്കെയായിരുന്നു? ശരിയാണ് ആൻസർ, ബേഡ്സ് ആണ്. ഷെറിന് മുമ്പ് വന്നത് ശ്രീലക്ഷ്മി, ആഷിക, അശ്വതി. ശ്രീലക്ഷ്മി, ആഷിക, ഷെറിൻ. ഷെറിൻ വന്നു. യെസ്. ഓക്കെ, അശ്വതി ശ്രദ്ധിച്ചേക്കണേ. അടുത്തത് ഹാമർ, സ്ക്രൂ ഡ്രൈവർ, റെഞ്ച്, WRENCH. അശ്വതി, ശോഭ, അഞ്ജു അല്ലെ? അശ്വതി, ശോഭ നേരത്തെ വന്നിട്ടില്ല അല്ലെ? ശോഭ ആൻഡ് അഞ്ജു. ശോഭ വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോസ്, ട്യൂലിപ്പ്, TULIP. ഡെയ്സി, ശ്രീലക്ഷ്മി, അഞ്ജു, ഹർഷ. ശ്രീലക്ഷ്മി, അഞ്ജു ആൻഡ് ഹർഷ. യെസ്, ഓക്കെ ഓക്കെ അർച്ചന, ദാറ്റ് ആർ ഫ്ലവേഴ്സ്. അടുത്തത് പ്ലാനറ്റ്സ്, സോറി, ജൂപ്പിറ്റർ, സാറ്റർൺ, മാർസ്. എന്റെ കയ്യിൽ നിന്ന് അത് ആൻസർ വീണുപോയി. ശ്രീലക്ഷ്മിക്ക് മുമ്പുള്ള ആരൊക്കെയായിരുന്നു? സാർ ലക്ഷ്മി, ആഷിക, അശ്വതി. ലക്ഷ്മി, അഞ്ജു ഇല്ല. ലക്ഷ്മി, ആഷിക ആൻഡ് അശ്വതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ആ മോഡലുള്ള ചോദ്യങ്ങൾ അവസാനിക്കാൻ. യെസ്. ഇനി അടുത്ത വേറൊരു മോഡലാണ്. അടുത്തതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ സിയും രണ്ടാമത്തെ ലെറ്റർ ആറുമാണ്. CR. സിയിലും ആറിലും ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ചോദ്യം ഇതാണ്: എ ബ്രേക്ക്, BREA, or fracture in a material often seen in a ശ്രീലക്ഷ്മി, ഷെറിൻ. ശ്രീലക്ഷ്മി ഷെറിനും കൂടെ പേരായിരുന്നു. ശ്രീലക്ഷ്മി, ഷെറിൻ, അഞ്ജു. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം ഞാൻ മുഴുവൻ അയക്കില്ല, അതിനു മുമ്പ് നിങ്ങളുടെ ഉത്തരം വന്നു. ചോദ്യം ഇതായിരുന്നു: എ break or fracture in a material often seen in glass. The answer is crack.
അടുത്തത് collide, COLLIDE, collide violently with an obstacle or another vehicle. അതിന്റെ പറയുന്ന പേരുണ്ട് collide violently with an obstacle. ഷെറിൻ, ബിന്ദു സത്യൻ, ശ്രീലക്ഷ്മി. ഷെറിൻ, ബിന്ദു സത്യൻ ആൻഡ് ശ്രീലക്ഷ്മി. യെസ്, കറക്റ്റ് ആണ്. ക്രാഷ്. അഞ്ചു ഉണ്ട്. യെസ്, യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ക്രാഷ്. CRASH, ക്രാഷ്. അടുത്തത് അടുത്തത് എ പസിൽ, PU, ZZLE, where you fill in words based on clues. Based on clues. A puzzle. ഓ, അതല്ല ശിഖ. ഓക്കെ. ബിന്ദു, ശ്രീലക്ഷ്മി, അർച്ചന. ബിന്ദു സത്യൻ. ഓക്കെ. ശ്രീലക്ഷ്മി, അശ്വതി. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ക്രോസ് വേർഡ്. പദപ്രശ്നം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതി തന്നെയാണ് ക്രോസ് വേർഡ്. അടുത്തത് സിമ്പിൾ ആണ്. എ സ്പ്രെഡ്, SPREAD, സ്പ്രെഡ്. എ സ്പ്രെഡ് ഓൺ ബ്രെഡ് that is soft and made from milk. ശ്രീലക്ഷ്മി, ഷെറിൻ, അഞ്ജു, അശ്വതി. ശ്രീലക്ഷ്മി, ഷെറിൻ, അശ്വതി. ഞാനില്ല സാർ, ഞാനില്ല. അപ്പൊ അശ്വതി താഴെ ആരായിരുന്നു? പത്മശ്രീ. പത്മശ്രീ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. That is answer is 3. And answer അതാണ് 3. A spread on bread that is soft. ശോഭ, ശോഭ ഉണ്ടായിരുന്നില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ശോഭ കൊണ്ടുപോയി. യെസ്, ശോഭനെ കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇത് ജസ്റ്റ് ഫോർ ഫൺ ആയിട്ട് വിട്ടേരെ. യെസ്, ഓക്കെ. അടുത്തത് next question. The name of a small sea, SEAC, sea creature. Name of a small. Anju, Srilakshmi, Bindu Satya. Anju, Srilakshmi, Bindu Satya. ഞാൻ എന്റെ ചോദ്യം മുഴുവനും പറഞ്ഞില്ല, അതിനുമ്പ് ഒരു ആൻസർ വന്നു. ചോദ്യം ഇതായിരുന്നു, ഞാൻ ചോദ്യം എന്ന് പറയാലോ. ദ നെയിം ഓഫ് എ സ്മോൾ സീ ക്രീച്ചർ ദാറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഓൺ ദ ബീച്ചസ്. ഓൺ ബീച്ച്. അതാണ് ക്രാബ്. ഇത് സിറ്റുവേഷൻ ആണ്, മീനിങ് ആണ് ഞാൻ പറയുന്നത്. എന്റെ വൺ വേർഡ് എന്ന് പറയും. When you really want to eat something, when you really want to eat something. Kavya, Bindu Satyan, Ashwati. Kavya, Bindu Satyan, Ashwati. Yes, that is called crab, CRAB. Yes. அடுத்தது very simple. A sports item. A sports item.
പ്ലേഡ് വിത്ത് ബിന്ദു സത്യൻ, അഞ്ജു അരവിന്ദിന് മുമ്പ് ആരായിരുന്നു? രണ്ടുപേർക്ക് മുമ്പ് ബിന്ദു സത്യൻ, പത്മശ്രീ. അഞ്ജു അരവിന്ദിന് പത്മശ്രീ. യെസ്. ഓക്കെ 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 ഓക്കെ. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല. എ സ്പോർട്സ് ഐറ്റം പ്ലേഡ് വിത്ത് ബാറ്റ് ആൻഡ് ബോൾ. അതായിരുന്നു ചോദ്യം. അതിന്റെ ആൻസർ ആണ് അത്. അടുത്തത് എ തിൻ, THIN, തിൻ ക്രിസ്പി ബിസ്ക്കറ്റ്. A thin crispy biscuit. Crunch. Srilakshmi, Anju Aravind, Ashwati. Srilakshmi, Anju Aravind, Ashwati. Patmasri India. Yes. Cracker, CRACKER, cracker. Yes. Okay, Harsha. Okay. About Harsha and Petikola. Okay. Next question. Very simple. Colorful drawing wax, WX, sticks. Colorful drawing. Srilakshmi, Patmasri, Srilakshmi, Patmasri, Pinarayano, Anju Enna. Anju. Yes. Correct answer, no? Answer is crayons. Another. A person who does, DOES, who does arts, ARTS, a person who does arts project, Srilakshmi, Ashwati, Sharin. Srilakshmi, Ashwati. Harsha. Srilakshmi, Ashwati, Harsha. Ashwati, Harsha. Okay. Very good. Yes, correct. Yes. Another. A painful involuntary contraction. Painful involuntary. Sharin, Srilakshmi, Sharin, Srilakshmi ye pinna raaynu? Ashwati. Yes. Okay. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല. ഞാൻ പറയുമെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ടെന്ന് പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, പെയിൻഫുൾ ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഓർ മസിൽസ്. അതാണ് ക്രാക്സ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ ഞാൻ പറയാം. കാവ്യ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന അച്ചു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശോഭ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി അഞ്ജു ലക്ഷ്മി സെയിം അല്ലേ? യെസ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ആഷിക 5 പോയിന്റ് വന്നിട്ടുണ്ട്. 5 പോയിന്റ്. ബിന്ദു സത്യൻ 6 പോയിന്റ് വന്നിട്ടുണ്ട്. 6 പോയിന്റ്. പത്മശ്രീ 7 പോയിന്റ് വന്നിട്ടുണ്ട്. 7 പോയിന്റ് വന്നിട്ടുണ്ട്. ഹർഷ 4 പോയിന്റ് വന്നിട്ടുണ്ട്. 4 പോയിന്റ്. ഇനി അടുത്ത് പറയാം.
യെസ്. ഇനി അശ്വതിക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷെറിന് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. വീണ്ടും നമ്മുടെ അഞ്ജുവിന് 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിയാണ് കളിയിലേക്ക് അമൻ. ശ്രീലക്ഷ്മിക്ക് 17 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 17 പോയിന്റ്. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു പറഞ്ഞുകൊണ്ട് we will meet with the last tense next class. Okay. Thank you, sir. Yeah. Thank you, sir. Okay.